ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ മുമ്പൊരു എണ്ണ ഉണ്ടാക്കിയ വീഡിയോയും ഷോർട്സും ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എണ്ണ ഉണ്ടാക്കുന്ന ആ വീഡിയോ ആണ്. അത് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ആങ്ങളേൻ്റെ മോള് വന്നിട്ടുണ്ട്. അവൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ആ എണ്ണ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ അത് ഞാൻ അവളെ കൊണ്ട് തന്നെ ചെയ്യിക്കാമെന്ന് കരുതി. ഇത് കണ്ടോ, അവിടെ നെറ്റി മുഴുവൻ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കളാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് എണ്ണ ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ച് നല്ല പേസ്റ്റ് പരുവാക്കണം. പിന്നെ കസ്തൂരി മഞ്ഞൾ നന്നായിട്ട് പൊടിച്ച് വെച്ചതുണ്ട്. വെള്ളമയമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു 400 എണ്ണയാണ് എടുക്കുന്നത്. എണ്ണയിലേക്ക് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് അടുപ്പായാലും വിറകടുപ്പായാലും കത്തിക്കാൻ പാടില്ല. തീയില്ലാത്ത സമയത്താണ് ഇതെല്ലാം ചെയ്യേണ്ടത്. നമ്മൾ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാൻ മറക്കരുതേ. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ എണ്ണ തയ്യാറാക്കുന്നത് എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എന്നൊക്കെ പറയുന്നില്ലേ, അതിലാണ്. ഇത് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയതൊന്നുമല്ല. മുമ്പ് ഇങ്ങനെ അലർജി പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്നിരുന്നു. അങ്ങനെയാണ് ഇതെനിക്ക് അറിയുന്നത്. ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റമാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മളിപ്പം ക്യാരറ്റിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു. അത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓണാക്കാൻ വേണ്ടിയിട്ട്, തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. തീ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പണിക്ക് പോകാൻ പാടില്ല. കാരണം അടിയിൽ കരിഞ്ഞു പിടിക്കും. ഇത് ആദ്യം നല്ല കട്ടിയായിരിക്കും. കുറേ നേരം തിളച്ച് ഒന്ന് കുറുകിയിട്ട് പിന്നെയാണ് എണ്ണ തെളിഞ്ഞ് വരിക. ഈ എണ്ണ നമ്മൾ തണിഞ്ഞതിന് ശേഷം ഇതുപോലെ അരിപ്പയിൽ അരിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാം. എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. മോളുടെ മുഖത്തത് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്.